പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം. ബെന്യാമിന്റെ ബെസ്റ്റ് സെല്ലർ നോവലിന്റെ ചലച്ചിത്ര ഭാഷ്യം പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലാവും. പൃഥ്വിരാജിന്റെ വിസ്മയിപ്പിക്കുന്ന പകർന്നാട്ടമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റുകളിലൊന്ന്. ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. UA സർട്ടിഫിക്കറ്റാണ് പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രത്തിന് ലഭിച്ചത്. 2.52 മണിക്കൂറായിരിക്കും ദൈർഘ്യം. ചിത്രത്തിലെ നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഏറെ കഠിനമായ പരിശ്രമമാണ് പൃഥ്വിരാജ് നടത്തിയത്. തീരെ മെലിഞ്ഞ ലുക്കിലും ചിത്രത്തിൽ പൃഥ്വിരാജിനെ കാണാനാവും. ഏപ്രിൽ 10-നായിരിക്കും ചിത്രത്തിന്റെ റിലീസ്. അന്തർദേശീയ നിലവാരത്തിലുള്ള ചിത്രമായിരിക്കും ആടുജീവിതം. ശരിക്കും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ചിത്രമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2018 ഫെബ്രുവരിയിൽ പത്തനംതിട്ടയിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം തുടങ്ങിയത്. അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു. പിന്നീട് 2020-ലും ജോർദാനിൽ ചിത്രീകരിച്ചു. എന്നാൽ കോവിഡിനെ തുടർന്ന് അന്തർദേശീയ വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ 2 മാസത്തിലേറെ സിനിമാ സംഘം ജോർദാനിൽ കുടുങ്ങി. 2022 മാർച്ച് 16-ന് സഹാറ, അൾജീരിയ തുടങ്ങിയിടങ്ങളിൽ അടുത്ത ഘട്ടം ചിത്രീകരണം ആരംഭിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ പ്രഖ്യാപിച്ച കർഫ്യൂ ഒരിക്കൽ കൂടി ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിയെങ്കിലും ഏപ്രിൽ 14-ന് പുനരാരംഭിച്ചു. ജൂൺ 14-ന് ചിത്രീകരണം പൂർത്തിയായി. റസൂൽ പൂക്കുട്ടിയാണ് സിനിമയുടെ സൗണ്ട് ഡിസൈനർ. KS സുനിലാണ് ഛായാഗ്രഹണം. AR റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത്.